വെളുപ്പാങ്കാലത്ത് കെട്ടിയൊരുങ്ങി പോകുന്നത് ഒരു സേവ് ദ ഡേറ്റ് എടുക്കാനായിട്ടോ. അപ്പൊ ഇവളുടേതും പിന്നെ മുക്കിപ്പോയി മുണ്ടെടുക്കുന്ന എന്റെ ബ്രദർ നിതിന്റെ കേട്ടോ സേവ് ദ ഡേറ്റ്. അപ്പൊ ആദ്യം തന്നെ വിഷ്ണുപ്രിയക്ക് മുല്ലപ്പൂവൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ. മുല്ലപ്പൂ വെച്ചെടുക്കൽ ടാസ്കിന് ശേഷം നമ്മൾ പിന്നെ നേരെ അമ്പലത്തേക്ക് കേട്ടോ. അപ്പൊ മഞ്ചേരിയുള്ള മൂതൃകുന്ന് ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയത്. അപ്പൊ നിതിന്റെ മുണ്ടെടുക്കൽ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. മുണ്ടെടുക്കാൻ അറിയാത്ത മുണ്ടെടുത്താൽ അതായിരിക്കും അവസ്ഥ. അപ്പൊ ഫോട്ടോ എടുക്കുന്നത് വേറെ ആരല്ല, ഞങ്ങളുടെ വല്യച്ഛന്റെ മോനെ സനുവേട്ടൻ തന്നെയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ അമ്പലത്തിൽ ഫോട്ടോഷൂട്ടിന് 1000 രൂപ കേട്ടോ എടുക്കുക. അത് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ കണ്ട് കണ്ട് മടുത്തപ്പോ ഇനി അമ്പലം എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് താഴേക്ക് നല്ല സ്റ്റെപ്പുകൾ കാണും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടുന്ന്. ചിലപ്പോൾ ഈ വ്യൂവിന് വേണ്ടിയിട്ടായിരിക്കും അവർ 1000 രൂപ വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറെ സമയം അവിടെയൊക്കെ നിന്നു. നന്നായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ വരുമ്പോൾ ഇവിടെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ വക കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ. അതിന്റെ ഭാഗമാണ്. ഇപ്പോഴും അവര് സ്റ്റെപ്പിന്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഫോട്ടോഷൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവര് താഴോട്ട് സ്റ്റെപ്പിന്റെ അവിടെ അങ്ങോട്ട് വന്നു. പിന്നെ അവിടെ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് പുറകെ നമ്മളും പോയി ഓരോ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ കുറെ സമയം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ സ്റ്റെപ്പിലും. കാരണം താഴോട്ട് പോയാൽ ഇനി ഇത് മുഴുവൻ അങ്ങോട്ട് കയറണല്ലോ എന്ന് ആലോചിച്ചാണ്ട് കുറെ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങാതെ വയ്യാന്നായപ്പോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് താഴോട്ടൊക്കെ ഇറങ്ങി ഫുള്ള് വ്യൂ കണ്ടു കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടുത്തെ സൗണ്ട് ഇതായിരിക്കും കേട്ടോ. ഇങ്ങനെ വെറുതെ കുറെ സമയം ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയാ ഇവിടെ 2 കുളങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒന്ന് ഈ വലിയ കുളവും പിന്നെ അതിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് ഒരു ആമ്പൽക്കുളം ഉണ്ടാവും കേട്ടോ. ഇവിടുന്നൊക്കെ സനുവേട്ടൻ അവരെ വെച്ച് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനും ബേബിയും അപ്പുറത്ത് ഞങ്ങളുടേതായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിസാഹസികമായിട്ടാട്ടോ സനുവേട്ടന്റെ ഫോട്ടോഗ്രാഫിയൊക്കെ കണ്ടില്ലേ. എനിക്ക് ഈ ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ബേബി ഇങ്ങനെ സംസാരിക്കായിരുന്നു, ഇവിടെ സെന്റിനൊക്കെ എത്ര രൂപയായിരിക്കും. നല്ല ഭംഗിയുള്ള നല്ല ശാന്തമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കോവിലകങ്ങളൊക്കെയാണ് ഇവിടെ കുറെ ഉള്ളത്. പിന്നെ ഞാൻ അവിടുന്ന് ബേബിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമ്പൽക്കുളത്തിന്റെ അവിടെ വെച്ചിട്ട് ആമ്പൽ പറിച്ചാണ്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ. ആമ്പൽ പറിക്കാൻ ബേബി കുറെ ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ വീഴുന്നായപ്പോ പിന്നെ നിതിൻ ഇറങ്ങിയാണ്ട് ആ ഒരു ആമ്പലൊക്കെ പറിച്ചു. അങ്ങനെ ആമ്പൽ വെച്ച ഫോട്ടോഷൂട്ടിന് ശേഷം പിന്നെ ബേബിന്റെ കുറെ ഫോട്ടോസ് എടുത്തു കേട്ടോ. അങ്ങനെ ബേബി എടുത്തു, ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം രാവിലെ തന്നെ ആവുമ്പോ എനിക്ക് എന്നിൽ കുറച്ച് സൗന്ദര്യക്കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ഒന്നും എടുത്തില്ല. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ഒരു പാടത്തേക്ക് പോയി. ഈ അമ്പലത്തിന്റെ ബാക്കിയുള്ള ഒരു ആൽത്തറക്കുള്ള അവിടെ നിന്ന് ഒരു കായ കിട്ടി. ബേബിയെ തിന്നണ പോലെയൊക്കെ കാണിച്ചു. തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ അത്. ഈ മഞ്ചേരിയിലൊക്കെ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടോ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് കയറി. എന്റെ ഭഗവാനെ ഞാൻ ചത്തു കേട്ടോ സ്റ്റെപ്പ് കയറി.